ഹായ് പറയുന്നില്ലേ? ഒരു ഹായ് പറയൂ. ഹായ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് നമ്മുടെ മീട്ടു ചേച്ചിക്ക് ഒരു ബർത്ത്ഡേ ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മീട്ടു ചേച്ചിക്ക് എങ്ങനെയാണ് ബർത്ത്ഡേ ഫ്രോക്ക് വേണ്ടത് എന്നൊക്കെ ഒരു മീട്ടു ചേച്ചിയുടെ ബർത്ത്ഡേ ആവാറായി. അപ്പൊ മീട്ടു ചേച്ചിക്ക് ഒരു ഫ്രോക്ക് നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. മീട്ടു ചേച്ചിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്, എങ്ങനെ ആയിരിക്കണം മീട്ടു ചേച്ചിയുടെ ബർത്ത്ഡേ ഡ്രസ്സ് എന്ന്. പക്ഷെ മീറ്റോസ് ഉദ്ദേശിച്ചൊന്നും കിട്ടിയില്ല. അവിടെ ഞങ്ങൾ കടയിൽ ചെന്നപ്പോഴത്തേക്കും റെഡ് കളർ ഇല്ല അല്ലേ ചോട്ടു? നമ്മൾ പോയപ്പോ കിട്ടിയില്ല. പിന്നെ കിട്ടിയതും കൊണ്ട് നമ്മളിങ്ങ് പോന്നു അല്ലേ? ആ, അപ്പൊ ഞങ്ങക്ക് ഈ കളറാണ് കിട്ടിയത്. ഈ കളർ കിട്ടി എന്നല്ല, മീട്ടുവിന്റെ അപ്പയ്ക്ക് ഈ കളറാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ അതിന് സാറ്റൻ മെറ്റീരിയൽ എടുത്തായിരുന്നു. ഇത് ആ നെറ്റ് നല്ല ഗിൽട്രി ആയിട്ടുള്ള ഒരു നെറ്റാണ്, ഫുൾ ഗിൽസ് ആയിരുന്നു. നമ്മൾ അവിടെ നിന്ന് എടുത്തപ്പോൾ തന്നെ പകുതി ഗിൽറ്റ് കൊഴിഞ്ഞു പോയി. പിന്നെ ഇവിടെ തയ്ക്കാൻ എടുക്കുമ്പോൾ അത് കുറെ കൊഴിഞ്ഞു പോകും. ഇനി ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോ എന്താണ് അവസ്ഥ എന്നറിയത്തില്ല. അപ്പൊ മീട്ടോന് ഈ ഡ്രസ്സ് മീട്ടോന്റെ ഇഞ്ഞയുടെ ഗിഫ്റ്റാണ്. എൻ്റെ അനിയത്തി മീട്ടോന് കൊടുക്കുന്നതാണ്. അപ്പൊ അവള് മെറ്റീരിയൽ മേടിക്കാൻ പറഞ്ഞു. പിന്നെ ഞാനത് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഈ സിബ് മേടിച്ചായിരുന്നു കേട്ടോ, അതും ഫ്ലോപ്പായിപ്പോയി. എന്താ പറയാ, നോർമൽ സിബാണ് കിട്ടിയതെന്നല്ല, ഞാനത് നോക്കി എടുത്തപ്പോൾ ഈ സിബ് കിട്ടിയതും കൊണ്ടിങ്ങി പോന്നു. പക്ഷെ അത് നോർമൽ ആണോ ഇൻവിസിബിൾ ആണോ എന്നൊന്നും നോക്കില്ലായിരുന്നു. അപ്പൊ ഇനി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇനി ഫാബ്രിക് കട്ട് ചെയ്യുകയാണ്. ആദ്യം ഞാൻ സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്തത്. എല്ലാം കട്ടിലിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ 2 ഷീറ്റ് ഇതിങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ഒപ്പം കട്ടായി പോയായിരുന്നു. താഴെയിട്ട് കട്ട് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ അസിസ്റ്റൻറ്റ് സമ്മതിക്കില്ല, അതിൻ്റെ മേലെ കയറി കളിച്ചുകൊണ്ടിരിക്കും. ഇത് ഇപ്പോഴും വന്ന് എല്ലാം മെഷർമെൻറ്റ്സൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് എൻ്റെ അസിസ്റ്റൻറ്റ്. അങ്ങനെ സ്കേർട്ടും യോക്കും കട്ട് ചെയ്തു. ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുവാണോ? ആണോ? എനിക്ക് ചെയ്യണമായിരുന്നു. ചെയ്തോട്ടെ? ഓക്കെ, താങ്ക് യു. എൻ്റെ ഈ അസിസ്റ്റൻ്റ് കാരണം എനിക്കിപ്പോൾ നേരാവണ്ണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ എൻ്റെ മീട്ടോൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് ഫൈനലായി സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്കേർട്ട് പോർഷനിൽ ലാസ്റ്റ് നമ്മൾ സ്റ്റിഫ് നെറ്റൊക്കെ പിടിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞു. ഇനി ഇത് യോക്ക് പോർഷനാണ്. ഇനി അത് തമ്മിൽ യോജിപ്പിക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫൈനൽ ലുക്ക് കണ്ടാലോ? വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തൊരു ഗൗണാണിത്. ഇതിലാകെ 4 മീറ്റേഴ്സ് നെറ്റും പിന്നെ സാറ്റാണ് 2.5 മീറ്റർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് സ്റ്റോൺസ് വെച്ച് ഹൈലൈറ്റ് ചെയ്തു. പിന്നെ സ്റ്റിഫ് നെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കസ്റ്റമൈസ്ഡ് ഗൗൺസൊക്കെ വേണമെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതിയോ? എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് ക്ഷമിക്കണം. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റിലൂടെ എനിക്ക് അറിയിക്കാം. അപ്പോൾ എനിക്കത് മുന്നോട്ടുള്ള അടുത്ത വീഡിയോസിലെല്ലാം അത് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തതിനും ഈ വീഡിയോ കണ്ട് സഹായിച്ചതിനും താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.